ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഒരു മഹാനായ ഒരു മനുഷ്യൻ, ഒരു ഫക്കീർ, കാഴ്ചക്കൊരു ഫക്കീറാ, ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം വന്നു വീട് വാടകയ്ക്ക് ചോദിച്ചു. വാടക വളരെ കുറഞ്ഞ വാടക, നല്ല സൗകര്യമുള്ള വീട്. ഇയാള് വാടക ഉറപ്പിച്ചു, വാടകയ്ക്ക് എടുത്തു വീട്. അപ്പോ ഇദ്ദേഹത്തിന് ഗുണകാംക്ഷികളായ ചില ആളുകൾ പറഞ്ഞു, തങ്ങളെ അത് എടുക്കല്ലേ, അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ട്, എന്തോ ഒരു ഇഫിരിയത്തിന്റെ ഉപദ്രവമുള്ള വീടാണ്, അവിടെ രാപ്പാർത്തവരാരും പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ജീവനോട് കൂടെ എഴുന്നേറ്റ് വന്നിട്ടില്ല, രാത്രി കൊല്ലപ്പെടും, അങ്ങനെയുള്ള ഒരു ഇഫിരിയത്തിന്റെ ഉപദ്രവമുള്ള വീടാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞു ഇദ്ദേഹം വീട്ടിൽ ചെന്നു. വീട് തുറന്ന് പുറത്തേക്കുള്ള വാതിലടച്ച് അതിക്ക് ചെന്നപ്പോ ഒരു ഭീമാകാരനായിരിക്കുന്ന ഒരു ഇഫ്രീത്ത്. മൂപ്പർ നല്ല ഔദും ബിസ്മിയും കൂട്ടിയിട്ട് ആയത്തുൽ കുർസി ഓതി. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. 7 പ്രാവശ്യം, ഓരോ പ്രാവശ്യം ഓതുന്നതിനനുസരിച്ച് ഇഫ്രീത്ത് ചെറുതായി 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 ഇങ്ങനെ വന്നു. 7ാമത്തെ പ്രാവശ്യത്തോടു കൂടി കാണാൻ ഒരു പിടി ചാരം കത്തി വെണ്ണീറായി കഴിഞ്ഞു. അങ്ങനെ രാവിലെ സുബൈക്ക് എഴുന്നേൽക്കും പോലെ മൂപ്പര് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബൈ ബാങ്ക് കൊടുക്കാനായപ്പോ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ആളുകൾ പലരും നിരീക്ഷിക്കുന്നുണ്ട് മൂപ്പർക്ക് എന്താ പറ്റണത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പള്ളിയൊക്കെ പോണോലൊക്കെ നേരെ ഈ പെരന്റെ അടുത്ത് കൂടെ. അപ്പൊ മൂപ്പർ സാധാരണ പോലെ ബാങ്ക് കൊടുക്കാനായപ്പോ വാതിൽ തുറന്ന് പള്ളിയൊക്കെ വരാൻ വേണ്ടി. എന്തൊക്കെ വർത്താനം വെച്ചാൽ അൽഹംദുലില്ലാഹ് ഖൈറാണ് പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ടില്ല, ഇല്ലായല്ല, പക്ഷെ എനിക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഇഞ്ഞ തൊട്ടിട്ട് അവിടെ ഉണ്ടാവൂല്ല. അപ്പൊ ചെന്ന് നോക്കുമ്പോ കാണാവുന്ന നിലയ്ക്ക് എന്തോ ഒരു കടലാസ് കൂമ്പാരം കത്തിച്ചതുപോലെ കരി കാണാമായിരുന്നു, വെണ്ണീർ, അല്ലാതൊന്നുമില്ല. അപ്പൊ എന്താണ്, മൂപ്പര് വേറെ ഒരു മസ്മിരിസും ചെയ്തിട്ടില്ല, തഖ്വയും ഈമാനുമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആയത്തുൽ കുർസിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു എഫരീത്തിനും ഒരു ശൈത്താനും സാധ്യാവൂല. അതില്ലാത്ത കേടാ. ഈ മന്ത്രത്തിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ അത് വേണം. ഓതുന്ന ആയത്തൊക്കെ ഒന്ന് തന്നെ, ഉള്ളിലുള്ള ഈമാന്റെ കരുത്തനുസരിച്ചാണ് അതുകൊണ്ട് മന്ത്രിക്കപ്പെടുന്ന ആളുകൾക്ക് ഫലം കിട്ടുന്നത്. നല്ല ഈമാനും തഖ്വയുമുള്ള ആളുകളുടേതാണെങ്കിൽ അത്ഭുതകരമായിരിക്കും ഫലം ഉണ്ടാവും. അതിൽ കുറഞ്ഞാൽ അതിനകത്ത് കുറയും. ഏതായാലും ഈമാനും തഖ്വയുള്ള ആളുകൾ ആര് മന്ത്രിച്ചാലും ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മന്ത്രത്തിന്റെ ഫലം കൊണ്ട് അല്ലാഹു തആല ഫലം ചെയ്യും. അപ്പൊ നല്ല ഈമാനുള്ള ആളുകളെ ആരെങ്കിലും സമീപിച്ചാൽ അവർക്ക് ഒതുങ്ങാത്ത ഒരു ജിന്നും എഫരീത്തും ശൈത്താനും ഇല്ല. അത് ഗുളികനെ ഒതുക്കാനായാലും വേണ്ടിയില്ല, ബ്രഹ്മരക്ഷസിന് ഒതുക്കാനായാലും വേണ്ടിയില്ല, അമ്പലത്തിലേക്ക് നേർച്ച കൊടുക്കാനും കോഴിവെട്ടിനോടത്തേക്ക് കോഴി കൊടുക്കാനും അതുപോലെയുള്ള വഴിപാടുകൾ ചെയ്യാനും പാടില്ല. അത് ശിർക്കാണ്, ശിർക്കാൻ സഹായിക്കലാണ്. അത് ദീനിൽ നിന്നിട്ട് തന്നെ നമ്മൾ തെറിച്ചു പോകാൻ ഇടവരും. നമ്മൾ ഹലാലായ മാർഗത്തിൽ ചികിത്സിക്കുക, ദീൻ അനുവദിച്ച മാർഗത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആഖിറത്തിൽ ഖൈറിന് വേണ്ടിയിട്ട് തന്നതാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുക. ഇതേന് വഴിയുള്ളൂ. അല്ലാതെ കുഫ്രിയത്തിന്റെയും ഷിർക്കിന്റെയും കാര്യം ചെയ്തുകൊണ്ട് രോഗം മാറ്റിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. വലൈക്കും സലാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ തിരിച്ചറിയാനുള്ള മാർഗം ഒന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് എന്നുറപ്പുവരുത്തുകയും അതോടുകൂടി സ്വാലിഹായ അമലുകൾ, ഫർളും സുന്നത്തുമായ അമലുകൾ ധാരാളമായി ചെയ്യുകയും ഹറാമും കറാഹത്തുമായ കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ മുത്തഖീങ്ങളാണ്, അവരാണ് ഔലിയാക്കൾ. 2 കാര്യം. ഒന്ന്, ഈമാൻ, വിശ്വാസം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ കലർപ്പില്ലാതെ അടിയുറച്ച് വിശ്വസിക്കുക, അതാണ് ഈമാൻ. 2ാമത്തേത്, ഫർളും സുന്നത്തുമായ അമല് പരമാവധി വർദ്ധിപ്പിക്കുകയും ഹറാമും കറാത്തുമായ കാര്യങ്ങളിൽ നിന്നിട്ട് പരമാവധി വിട്ടുനിൽക്കുകയും ചെയ്യുക. അങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടാൽ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലിയാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അവർക്ക് കറാമത്തുണ്ടായി പ്രത്യക്ഷത്തിലുണ്ടാവും, ചിലർക്ക് പ്രത്യക്ഷത്തിൽ കറാമത്തുണ്ടാവില്ല. 2ആയാലും വലിയ എന്ന കാര്യത്തിൽ ഒഴിവില്ല. അതേസമയത്ത് അത്ഭുതങ്ങൾ പലതും കാണുന്നുണ്ട്, പക്ഷെ നിസ്കരിക്കണില്ല. ഫിരീത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ ഫിരീത്താണെന്ന് വിശ്വസിച്ചാൽ
അല്ലാതെ അവൻ വലിയല്ല. വലിയാണെങ്കിൽ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. രണ്ട് നിബന്ധനയാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഒന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനായിരിക്കണം. രണ്ടാമത്തത് വകാനൂ യത്തഖൂൻ എന്ന തഖ്വക്ക് രണ്ട് ഭാഗമാണ്. അല്ലാഹു വിരോധിച്ച ഹറാമും കറാഹത്തുമായ കാര്യം പരമാവധി ഒഴിവാക്കുകയും അല്ലാഹു കൽപ്പിച്ച ഫർദും സുന്നത്തുമായ കാര്യങ്ങൾ പരമാവധി ചെയ്യുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ആരിലുണ്ടോ അവരൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അവർക്ക് കറാമത്ത് പ്രത്യക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും അവര് ഔലിയാക്കന്മാരാണ്. ഇതാണ് തിരിച്ചറിയാനുള്ള ഒറ്റ മാർഗം, വേറൊരു മാർഗവുമില്ല. ഒരിക്കൽ വലിയാണെന്ന് വിലായത്ത് സ്ഥിരപ്പെട്ട ഒരു വ്യക്തി പിന്നെ വിലായത്ത് ഇല്ലാതെ പോകാമോ? തീർച്ചയായിട്ടും പോകാം. തന്നെയല്ല, വിലായത്ത് മാത്രമല്ല, ഈമാനും ഇസ്ലാമും തന്നെ ഊരപ്പെട്ട് കാഫറായി പോകുന്നവരുണ്ട്. ഒരു കാലത്ത് വലിയ, അത് ഖുർആൻ തന്നെ നമ്മൾ മുന്നിൽ തുറന്നു കാണിച്ചെന്നേ. ബലാം ഇബ്നു മഅൂറയെ സംബന്ധിച്ച് ഖുർആനാണല്ലോ നമ്മളോട് പറഞ്ഞത്. അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താൻ ഫകാന മിനൽ ഗാവീൻ. എത്രത്തോളം ഉണ്ടായിരുന്നു? അദ്ദേഹം ഏറ്റവും വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട ഖുതുബ് എന്ന പദവിയെത്തിയ ഇരുന്ന ഇരിപ്പിന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് ദർസ് നടത്തുന്ന 12,000 ശിഷ്യന്മാർ പേനയും കടലാസുമായി ചുറ്റും ഒരുമിച്ചുകൂടി അദ്ദേഹം പറയുന്ന ഇൽമുകൾ കുറിച്ചെടുക്കാൻ ചുറ്റും ഒരുമിച്ച് കൂടിയിരുന്നു. അത്ര വലിയ പണ്ഡിതൻ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി കാര്യങ്ങൾ പറയാൻ മാത്രം കശ്ഫിന്റെ മർത്തബയിലെത്തിയ മഹാൻ. പക്ഷേ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെയോ മറ്റോ അള്ളാഹു ആദരിച്ച ഒരു മഹാവ്യക്തിത്വത്തെ അനാദരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഈമാൻ അള്ളാഹു തആല ഊരിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലോകത്ത് ആദ്യമായി നിരീശ്വരവാദത്തിന് വേണ്ടി ഒരു പുസ്തകം എഴുതിയത് ബൽആം ഇബ്നു ബഅൂറയാവുന്നു. ദൈവമില്ല, ഈ ലോകത്തിന് സൃഷ്ടികളെ സൃഷ്ടിക്കേണ്ട ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ല, ഇത് സ്വയം നിർമ്മിതമാണ്, മറ്റൊരാളുടെ ആവശ്യം, ഒരു സൃഷ്ടാവിന്റെ ഒരു പരിപാലകന്റെ ആവശ്യമില്ല എന്ന നിരീശ്വരവാദത്തിന് ഭൂമി ലോകത്ത് ആദ്യമായി പുസ്തകം എഴുതിയ വ്യക്തിയാണ് ബൽആം ഇബ്നു ബഅൂറ. ആ നിലക്ക് അള്ളാഹ് പറഞ്ഞ എന്താണ്? ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽസൗ തത്റുകുഹു യൽസ്. അപ്പോ എത്ര വലിയ പറക്കും വലിയ പഠിക്കൽ തളച്ചോവർ, പറന്നിട്ട് ചെന്നാരെ തൗബ ചെയ്യിച്ചോവർ. വിലായത്തിന്റെ മർത്തബയിൽ ഊരപ്പെടാം ഏത് സമയത്തും ഒരിക്കൽ. അതിനാൽ ചതിയിൽ പെടുവാന്ന് കേട്ടാരെ 70 മാനീനെ ഉസ്താദ് കണ്ടോവർ. കേട്ടണങ്ങള് ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനവും ബഹുമാനവും കൊടുത്തു. ഈ സ്ഥാനവും പദവിയും കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദായിരുന്ന ഹമ്മാദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വലിയ ഹമ്മാദ് ദബ്ബാസ് എന്ന് പറഞ്ഞാൽ വലിയ മശായിഖന്മാരിൽപ്പെട്ട മഹാനായ ഷെയ്ഖാണ്. അദ്ദേഹത്തിന് ഒരു സംശയം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ തന്റെ ശിഷ്യനാണ്, പക്ഷേ തന്നെക്കാളും ഉയർന്ന വലിയ പദവിയുള്ളതാണ്. എങ്കിൽ പോലും എന്തുകൊണ്ട് അവസാനം ബലാമിനൊക്കെ പോലെ ഈമാൻ ഊരപ്പെട്ടുകൂടാ? അങ്ങനെ വരാമല്ലോ, ഇങ്ങനെ വന്നുകൂടെ എന്നൊരു സംശയം വന്നപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ ഉസ്താദാവുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ഞിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോഴാണ് 70 മാനീനെ ഉസ്താദ് കണ്ടോവർ. അങ്ങനെ വരാം, ഈമാൻ ഊരപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അബ്ദുൽ ഖാദറിനെ സംബന്ധിച്ച് ഈമാൻ ഊരപ്പെടുകയില്ല എന്നതിന് അമാനായി 70 തെളിവുകൾ ഉസ്താദ് നേരിൽ കശ്ഫ് കൊണ്ട് കണ്ടു. അപ്പൊ ഊരപ്പെടലുണ്ട്, ഊരപ്പെടാം, കുഫ്രിയത്ത് വരാം. അപ്പൊ ഒരിക്കൽ നല്ല മഹാനായ വ്യക്തിയായിരുന്നു, നല്ല ആളായിരുന്നു, നല്ല നടപടിയും നല്ല വിശ്വാസവും ഉള്ള ആളായിരുന്നു. പിന്നീട് അതൊക്കെ പോയി കുഫ്രിയത്തിലോ വലാലത്തിലോ പെട്ട് നശിക്കാം. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട വസ്തുവും. എപ്പോഴാണോ താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മക്ർ എന്ന് പറയുന്ന അദാബ്, ആ അദാബിനെ തൊട്ട് എപ്പോൾ നിർഭയനായോ ആ സമയത്ത് ഈമാൻ ഊരപ്പെടും. വ്യക്തിപരമായി ഒരാളെ പറ്റിയും നമുക്ക് വിധി പറഞ്ഞുകൂടാ. വ്യക്തിപരമായി ഒരാളെ പറ്റി വ്യക്തമായ വിധി പറഞ്ഞുകൂടാ. പക്ഷേ മുഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഒരു വലിയ പണ്ഡിതനും സ്വാലിഹായ ഒരു മനുഷ്യനും ആണ്. ചെറുപ്പം മുതൽ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ചെറിയ നാട്ടുകാരൻ കുട്ടിയായിട്ട് പാലക്കാട് പള്ളിക്കള് 10 കിതാബും നഹ്വിന്റെ കിതാബും ഒക്കെ ഓതാൻ പോയിരുന്ന കാലത്ത്, അക്കാലത്ത് പള്ളിയിൽ സ്ഥിരമായി, പാലക്കാട്ടെ പഴയ പള്ളിയിലായിരുന്നു മുസ്ലിയാരുണ്ടാവുക. അന്ന്
അദ്ദേഹം സ്ഥിരമായി എന്നും നോമ്പെടുക്കുന്ന ആളാണ്. ഒരു വക്കത്തും ജമാഅത്ത് നഷ്ടപ്പെടുന്നാറില്ല. തന്നെയല്ല, അവിടെ ഓതുന്ന എല്ലാ മുത്താലിമുകളും, വലിയ മുത്താലിമുകൾ ധാരാളം നിന്ന് താമസിച്ച് പഠിച്ചിരുന്ന സ്ഥലമാണ്. അവരുടെ ഏത് വിഷയത്തിലുള്ള സംശയവും ആധികാരികമായി തീർത്തു കൊടുക്കാൻ കഴിവുള്ള ആളും, കുട്ടികൾ ഉസ്താദിന്റെ അടുത്തുനിന്ന് സബക്ക് പാഠം ഓതിക്കഴിഞ്ഞാൽ പിന്നെയുള്ള സംശയം തീർക്കലും വിശദീകരണം ചോദിക്കലും ഒക്കെ ഈ മുഹമ്മദ് മുസ്ലിയാരാടായിരുന്നു. എല്ലാ ഫന്നിലും അറിവുള്ള മഹാപണ്ഡിതനായ, ഇബാദത്തിൽ മാത്രം ഒഴുകി ജീവിച്ചിരുന്ന ഒരു മഹാനാണ് അദ്ദേഹം. ഒരു വക്തിലും ജമാഅത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്തിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങൾ ചെന്നിട്ട് ശല്യം ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള ഒരു വിഷമം, എവിടെയെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ആരെങ്കിലും ഷോപ്പിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറിയാൽ ആ ഷോപ്പുകാരൻ വിഷമിക്കുകയാണ്. കാരണം ആ ഷോപ്പിൽ പിന്നെ എന്താ വരുന്നതെന്ന് അറിയില്ല, അങ്ങോട്ട് ആള് മലവെള്ളം പോലെ അങ്ങോട്ട് തള്ളിക്കയറുക. അതുകൊണ്ട് ജനങ്ങളുള്ളയിടത്തുനിന്ന് ഓടി രക്ഷപ്പെടാനും അകലാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് വ്യക്തിപരമായി അദ്ദേഹത്തിൽ നിന്നിട്ട് തെറ്റായ ഒരു കാര്യവും എന്റെ അറിവിൽ പെട്ടിട്ടില്ല. ആ നിലക്ക് അദ്ദേഹം തഖ്വയുള്ള ഇൽമുള്ള ഒരു മുഅ്മിനായ മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരാൾ വലിയാണ്, ഷെയ്ഖാണ് എന്ന് പറയാനുള്ള അധികാരമോ ഇൽമോ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് വ്യക്തിപരം എന്നല്ല, ഒരിക്കൽ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് നാട്ടിലുള്ള സമയത്ത്, അപ്പൊ അന്നത്തെ ജോലി തന്നെ എന്താന്ന് വെച്ചാൽ, ദർസ് കഴിഞ്ഞാൽ മഗ്‌രിബായാൽ ഖണ്ഡന പ്രസംഗത്തിന് പോലെ എന്നും പോകും. ഒറ്റ സല്ലാതെ അന്ന് ആഫിയത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഖണ്ഡന പ്രസംഗമായിട്ട് ഓട്ടിപ്പാഞ്ഞ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ജീലാനി ഇതിന്റെ പരിപാടി ഞങ്ങളവിടെ. അപ്പൊ അന്നൊക്കെ എവിടെ ഖണ്ഡനത്തിന് പോവുകയാണെങ്കിലും മൂപ്പരോടൊന്ന് പറയും, മുല്ലാരോട്, അപ്പൊ പറയും നിങ്ങൾ പോയിക്കോളി, ഓലെ ആ തട്ടിപ്പും വഞ്ചനയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് നമ്മളെ കടമയാണ് എന്ന് പറയും. അങ്ങനെ മൂപ്പരോട് ചോദിച്ചിട്ടൊക്കെ പോവുക. അതുകൊണ്ടാണ് ഇക്കോ എവിടെയും മാനം കെട്ടിട്ടില്ല. എവിടെ പോയിട്ടും എനിക്കൊരു വിവരം അന്നുമില്ല അന്നുമില്ല. പക്ഷെ മാനം കടലില്ല. അങ്ങനെ ആരെങ്കിലും ഒരു ബർക്കത്ത് കൊണ്ടേക്കോ പോലെ ഷംസുലുറമന്റെ ഒരു വാക്കുണ്ട് ഒരിക്കൽ എന്ന് സംസാരിക്കാൻ പോകും, നീ പ്രസംഗിച്ചോ. അതിന്റെ ശേഷം ഒരു പ്രസംഗത്തിലും മാനം കെട്ടിട്ടില്ല. അപ്പൊ ഈ പൊട്ടത്തരൊക്കെ ചിലപ്പോ പറയുന്നാലും ആളുടെ മാനം കടലില്ല. അങ്ങനെ വലിയ ആളുകളുടെ ചില വാക്കുകൊണ്ടുണ്ടാണ് ഒരു വർക്കത്താണത്. അങ്ങനെ ഈ ജീലാനി ദിന പരിപാടി ഉണ്ട്. അപ്പൊ അന്നൊരു ദിവസം കണ്ട പറഞ്ഞു, ജീലാനി ദിന പരിപാടി ഉണ്ട്. അല്ല, ഇങ്ങോട്ട് ചോദിക്കാണ്, അല്ല ഈ അബ്ദുൽ ഖാദർ മുഹ്യിദ്ദീൻ അദ്ദേഹം വലിയാണെന്ന് വ്യക്തിപരമായി പറയാൻ എന്താ നിങ്ങളുടെ അടുത്ത് തെളിവ് ചോദിച്ചു? അദ്ദേഹം വ്യക്തിപരമായിട്ട് വലിയാണെന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് എന്താ തെളിവ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പിന്നെ എല്ലാം അങ്ങോട്ടും എല്ലാം പറയും. അന്നൊന്നും അങ്ങനെ പറഞ്ഞു. ഞാൻ പറയും, സമയത്തുന്നാസ യഖൂലൂന ഖുൽതു കമാ ഖാലു. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടാവുകൊണ്ട് ഞാനും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എനിക്കതിനെ പറ്റി വിവരമില്ല എന്ന് മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് ചോദിച്ചതാണ്, എല്ലാവരും പറയണ്ടെന്നുള്ള ആൾക്കല്ല. അങ്ങനെ അദ്ദേഹം 2 കിതാബുകളുടെ പേര് പറഞ്ഞു തന്നു. ഈജിപ്തിൽ ആ കിതാബ് ലഭിക്കും, അത് വാങ്ങി പഠിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷെ ആ കിതാബ് ഇതുവരെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ, പറയാൻ തെളിവുണ്ടെന്നുള്ളതുകൊണ്ടാണല്ലേ. എങ്ങനെ നിങ്ങൾ പറയാന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ അടുത്ത് അതിന് തെളിവില്ല എന്ന് മൂപ്പർക്ക് അറിയിക്കാം. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. രണ്ടും ചോദിക്കാറുണ്ട്. സാധാരണ രണ്ടും ചോദിക്കാറുണ്ട്. കിതാബൊക്കെ ദർസ് നടത്തുന്ന സമയത്ത് പോയാൽ ഏതൊക്കെ സബക്കുള്ളത് ചോദിക്കും. ആ സബക്കിനെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് അതിലുള്ള ഏറ്റവും സംശയകരമായ ഇഷ്കാലുള്ള സ്ഥലം എടുത്തിട്ട് ചോദിക്കും, അവിടെ എന്താ, എങ്ങനെയാണ് അവിടെ. നല്ല ആൾക്ക് കിട്ടുമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ നല്ല അഭിനന്ദിക്കും. കിട്ടൂലെങ്കിൽ എനിക്കവിടെ തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, അപ്പ പറഞ്ഞുതരും. ഏത് ഫന്നിലുള്ള എന്ത് ഇഷ്കാലുണ്ടെങ്കിലും. പക്ഷെ പറഞ്ഞാൽ വേറെ മോഡലിലാണ്. ഇങ്ങനെയാണെന്നല്ല പറയാം. അപ്പൊ എന്തെങ്കിലും ഒരു തമാശയെ, ഒരു നേരം പോക്കും, ഒരു കഥയോ ഇങ്ങനെ പറയും. പക്ഷെ ആ തമാശ നേരം പോക്കും കഥയും പറയണോനും പിന്നെ തല നേർക്ക് നിൽക്കണം. പറഞ്ഞത് തന്നെ ഇക്കാരം ഈ പറഞ്ഞ വിഷയത്തിന്റെ ഹല്ല് അവിടെ തന്നെ പ്രശ്നം. പറയുന്ന തമാശയായിട്ട് നേരം പോക്കറ്റായിട്ട് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് ഈ ചോദിച്ച വിഷയത്തിന്റെ ശരിക്കും കൃത്യമായ മറുപടിയും വിശദീകരണവും ഇതിലുണ്ടാവും. അങ്ങനെ അപ്പൊ എന്തേ പറഞ്ഞു എന്ന് വെച്ചാൽ, ഒരാളെ പറ്റിയിട്ട് നമ്മൾ അങ്ങനെ വ്യക്തിപരമായിട്ട് തസ്കിയ ചെയ്യണമെങ്കിൽ ഇന്നയാള് സ്വർഗക്കാരനാണ്, ഇന്നയാള് നരകക്കാരനാണെന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം, അല്ലാതെ പാടില്ല. മറിച്ച് എന്ത് പറയാ, മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അവര് മഹാന്മാരാണ്, അള്ളാഹു ആദരിച്ചവരാണ്, സ്വർഗത്തിന്റെ അധികാരാണ്. കാഫിരീങ്ങളും അതുപോലെ തന്നെ വലാലത്തിന്റെ അഹിലുകാരും ഫാസിഖീങ്ങളും നരകാവകാശികളാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളാണ്, വിരോധികളാണ്.
ആരെയും വ്യക്തിപരമായിട്ട് പറയാൻ പാടില്ല. അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം എന്നുള്ളൊരു തെറ്റില്ലാത്തൊരു നല്ല മഹാനാണ്. പക്ഷേ ആള് വലിയ ആണോ ഷെയ്ഖാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കേണ്ടതാണ്.